പാഠം 927 ചക്കിയും ചങ്കരനും. ഹലോ, അതെ സത്യഭാമയാണ്. എന്താ എലിയ ചേട്ടാ? ഓ, എനിക്ക് ഓർമ്മയുണ്ട്. ആ കാര്യം നടക്കൂലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. ഒക്കെ ശരിയാ, പക്ഷെ ഞാൻ വിചാരിച്ച നടക്കാത്ത ഒരു കാര്യം എങ്ങനെ ഞാൻ ഏക്കുക? അത് വിട്ടേക്ക് ചേട്ടാ, എന്നെ വിളിച്ചിട്ട് കാര്യമില്ല. എന്താണ് കേസൊക്കെ വേണ്ടെന്ന് തുടങ്ങിയോ? കേസല്ല, ഒരു ശുപാർശയാ. ശുപാർശയോ? ടൗണി വർഷം നടത്തുന്ന ഏലിയാസേട്ടനെ വിളിച്ചത്. ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വേണം. ആൾക്ക് തരക്കേടില്ലാത്ത വരുമാനമുണ്ട്. അതൊന്ന് കുറച്ച് കാണിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടണം. അതിനായി ഞാൻ മോഹനേട്ടനോട് ശുപാർശ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഇന്നലെ എന്നെ കാണാൻ വന്നിരുന്നു കക്ഷി. ഞാൻ പറയുന്നതെല്ലാം അപ്പാടെ മോഹനേട്ടൻ കേൾക്കുന്ന ഏലിയാസേട്ടന്റെ വിചാരം. ഞാനിപ്പോ പറഞ്ഞു, ഞാനെന്നല്ല സാക്ഷാൽ ഈശ്വരം എന്ന് പറഞ്ഞാലും നിയമം വിട്ട് ഒരു കാര്യം എന്റെ മോനേട്ടൻ ചെയ്യൂല്ലാത്ത. അത് നന്നായി. ഇത്തരം വേണ്ടാധീനങ്ങൾക്ക് ശുപാർശയും വന്നിരുന്നെങ്കിൽ നീ വിവരം പറഞ്ഞേനെ. അതെന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷത്തിനിടയിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം പോലും മോഹനേട്ടൻ കേട്ടിട്ടില്ലല്ലോ. ഏലിയാസേട്ടനെക്കാട്ടിൽ അടുപ്പുള്ള എത്രയോ പേര് ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞ് എന്നെ വന്ന് കണ്ടിട്ടുണ്ട്. ശുപാർശ ചെയ്യുന്നത് ഞാനാണെന്നുള്ള ഒരു ഒറ്റ കാരണത്തിന്റെ പേരിൽ മോഹനേട്ടൻ അപ്പൊ അത് നടക്കൂല എന്ന് പറയൂല്ലോ. ഭാര്യയുടെ വാക്കിന് വില കൽപ്പിക്കുന്ന ഒരു ഭർത്താവാണെങ്കിലല്ലേ അതൊക്കെ നടക്കുള്ളൂ. ആര് വന്നിട്ടുണ്ട് ഞാനൊന്ന് നോക്കട്ടെ. പ്രകാശ് സാറ്. എന്താ സാർ ഈ വഴിക്ക്? ഞാൻ സത്യഭാമ ഒന്ന് കാണാൻ വന്നതാ. എനിക്ക് ഒരു ചെറിയ സഹായം വേണം. എന്താ സാർ? ഞാൻ എന്റെ പേരിലുണ്ടായിരുന്ന കുറച്ച് വസ്തു വിറ്റു. വാങ്ങിയ ആള് സ്ഥലത്തില്ല. ആ ഭൂമി അയാളുടെ പേരിൽ പോക്കുവരവ് ചെയ്തു കൊടുക്കാമെന്ന് ഞാൻ ഏറ്റിട്ടുണ്ട്. അയാൾക്കാണെങ്കിൽ വലിയ ധൃതി. സത്യഭാമ ഒന്ന് പറഞ്ഞ മോഹനകൃഷ്ണ സാർ പെട്ടെന്ന് പോക്കുവരവ് ചെയ്തു തരുമല്ലോ. ഒന്ന് പറയാവോ? മോഹനേട്ടന്റെ ആഫീസ് കാര്യങ്ങളൊന്നും ഞാൻ ഇടപെടാറില്ല സാർ. അങ്ങനെ ഇടപെടുന്നത് മോഹനേട്ടന് ഇഷ്ടമല്ല. അല്ല, അതുകൊണ്ട് എനിക്ക് അല്ല, എന്നാലും എനിക്ക് വേണ്ടി സത്യഭാമ ഒന്ന് പറയണം. ഇക്കാര്യം പെട്ടെന്ന് നടന്നു കിട്ടിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാ. നമസ്കാരം സാർ. നമസ്കാരം മോഹനേട്ട, ഇത് പ്രകാശ സാറ്, PWDയിലെ ക്ലർക്കാ. സാറിനെ എനിക്ക് നേരത്തെ അറിയാം. ഒരു കേസിന്റെ ആവശ്യം വന്നപ്പോ സാറിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോ പ്രകാശ് സാറിന്റെ ഒരു പോക്കുവരവിന്റെ കാര്യം പറയാൻ വന്നതാ സാറ്. പെട്ടെന്ന് ചെയ്ത് കിട്ടേണ്ടതാണെന്നാ പറഞ്ഞത്. മോഹനേട്ടൻ ഒന്ന് സഹായിക്കാമോന്ന്. പോക്കുവരവ് നടക്കണമെങ്കിൽ ആവശ്യം വേണ്ട കടലാസുകൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? അറിയാം സർ, എല്ലാം എന്റെ കയ്യിലുണ്ട്. കടലാസുകളെല്ലാം കൃത്യമാണെങ്കിൽ പോക്കുവരവ് ഒട്ടും താമസിക്കില്ല. ഒരു 11 മണിയാകുമ്പോ വില്ലേജ് ഓഫീസിലേക്ക് വന്നാൽ മതി. ശരി സർ. ഭാമയ്ക്ക് താല്പര്യമുള്ള കാര്യമായതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം വേഗത്തിൽ കാര്യങ്ങൾ നടത്തിത്തരാം. പോരെ? മതി സർ. ശരി. അല്ല, ഇതാണോ സത്യഭാമ പറഞ്ഞത്? സത്യഭാമ പറയുന്നൊന്നും സാറ് കേൾക്കില്ല എന്ന്. ശുപാർശ ചെയ്യാൻ മടിയായത് കൊണ്ട് പറഞ്ഞാണല്ലേ? അല്ല, അങ്ങനല്ല. സത്യം പറഞ്ഞാ ഞാൻ പറയുന്ന ഒരു കാര്യം മോനോട് കേൾക്കും. പക്ഷേ അത് മറ്റുള്ള ആളുകളോട് ഞാൻ പറയാറില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ശുപാർശക്കാരുടെ ഒരു ബഹളമായിരിക്കും. അത് ശരിയാ. ഇതിപ്പോ പ്രകാശ് സാർ ആയതുകൊണ്ട് മാത്രമാ ഞാനിങ്ങനെ മോഹനേട്ടനെ എടുത്ത് ശുപാർശ ചെയ്തത്. പണ്ട് സാർ എനിക്ക് ചെയ്തൊന്നും ഉപകാരം ഞാൻ അങ്ങനെ മറക്കാൻ പാടില്ലല്ലോ. അപ്പൊ ശരി സാർ, 11 മണിക്ക് തന്നെ ആഫീസിൽ ചെല്ലണം. സമയനിഷ്ഠയുടെ കാര്യത്തിൽ മോഹനേട്ടനെ കടുകട്ടിയാ. ഞാൻ സമയത്ത് തന്നെ ചെന്നോളാം. ശരി സാർ. ശരി. മോഹനേട്ടൻ എന്ത് പറ്റി? എന്റെ പരിചയക്കാരനായ ഒരാളോട് ഇത്രയും സ്നേഹമായിട്ട് മോഹനേട്ട സംസാരിക്കുന്നത് ആദ്യമായിട്ടായിരിക്കില്ലേ മോനേട്ട?
ഞാൻ ഓരോ മനുഷ്യരോടും അവരവർ അർഹിക്കുന്ന തരത്തിലാണ് സംസാരിക്കാറുള്ളത്. ഞാൻ കരുതി ഈ എന്നെ പരിചയമുണ്ടെന്ന് പ്രകാശ് സാറ് പറഞ്ഞ പാടെ മോനോട് ചാടി കടിക്കാൻ വരുമെന്ന്. പക്ഷെ എന്ത് ഭംഗിയായിട്ട് മോനോട് സംസാരിച്ചത്. എന്തായാലും പ്രകാശ് സാറിന് മുന്നേ എനിക്കൊരു വിലയായി. സത്യത്തിൽ നിന്റെ പരാതി തീർക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത്. പോക്കുവരവ് ചെയ്യണമെങ്കിൽ വില്ലേജ് ഓഫീസിലേക്കാണ് വരേണ്ടത് എന്ന് എനിക്ക് പറയാമായിരുന്നു. കടലാസുകളൊക്കെ നോക്കിയിട്ട് പോക്കുവരവിന്റെ കാര്യം ആലോചിക്കാം എന്നും എനിക്ക് പറയാമായിരുന്നു. പക്ഷെ അത് പറയാതിരുന്നത് നീ ഒരു വലിയ പുള്ളിയാണെന്ന് പ്രകാശൻ വെറുതെ വിചാരിച്ചെടുത്ത് കരുതിയിട്ട് മാത്രമാണ്. ரொம்ப താങ്ക്സ്. ഈ സ്നേഹം ഞാൻ ഒരിക്കലും മറക്കൂല മോനെ. മറക്കരുത്. നമ്മൾ തമ്മിൽ അടുത്ത വഴക്കുണ്ടാകുമ്പോ കല്യാണം കഴിഞ്ഞ് ഇതുവരെ നിന്റെ ഒരാഗ്രഹവും ഞാൻ സാധിച്ചതില്ല എന്ന നിന്റെ സ്ഥിരം പ്രയോഗവും ഉണ്ടാവാൻ പാടില്ല. ഉണ്ടാവില്ലല്ലോ. മോഹനേട്ടൻ എന്റെ ഒരു ആവശ്യം അംഗീകരിച്ചില്ലേ, പിന്നെ ഞാൻ ഇനി എങ്ങനെയാ മോഹനേട്ടന് കുറ്റം പറയോ? ഐ ലവ് യു. ഈ സുലോചന ചേച്ചി പറയുന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഒരു വീട് വാടകയ്ക്ക് എടുക്കാന്നൊക്കെ പറഞ്ഞ ചേച്ചി വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നും അല്ല. പിന്നെ ഞാൻ എന്താ ഉത്തമ വേണ്ടത്? ഒരു വീട് പിന്നെ എത്ര ചെറുതായിരുന്നാലും 1500 രൂപ വാടക കൊടുക്കേണ്ടി വരും. പിന്നെ ബാക്കി ചെലവുകളൊക്കെ ഇല്ലേ, അതിനിപ്പോ എന്താ ഒരു വഴി? 10-12 കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഒന്നുകൂടി ശ്രമിച്ച 5 കുട്ടികളെ കൂടി കിട്ടും. അതുകൊണ്ട് തികയാതെ വന്നാ ഏതെങ്കിലും വീട്ടു ജോലിക്ക് പോവാ. എന്തായാലും മരിക്കുന്നത് വരെ ജീവിച്ചല്ലേ പറ്റൂ. എന്നാലും ചേച്ചിയെ പോലെ ഒരാള് ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുക വെച്ചാ, വയസ്സുകാലത്ത് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കണമെങ്കിൽ മക്കൾക്ക് നമ്മളോട് സ്നേഹം വേണം. അതില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തായാലും പട്ടിണി കിടക്കാനും വേറൊരാളുടെ മുമ്പിൽ ഇറക്കാൻ പോവാനും എന്നെ കൊണ്ട് പറ്റില്ല. ഇത്രയും കാലം ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ലല്ലോ. ഞാൻ ഒന്ന് നോക്കട്ടെ. എല്ലാം ഒത്തു വന്നു കഴിഞ്ഞാ സുലോചന ചേച്ചി ഞാൻ വീട്ടിൽ വന്ന് കണ്ടോളാം. കഷ്ടം ഓരോ കാര്യങ്ങള്. നമസ്കാരമുണ്ട് സാറേ. ഓ, സുലോചന ചേച്ചിയാ. ഒരു പാവം സ്ത്രീയാണ് സാറേ. ഇപ്പൊ കിടപ്പാടോ ഇല്ല. അതിനൊരു പരിഹാരം ചോദിച്ചു വന്നതാ. എന്താ അവരുടെ പ്രശ്നം? പ്രശ്നം അവരുടെ മോൻ തന്നെയാണ്. ഒരൊറ്റ മോനായിരുന്നു. അവന് 4 വയസ്സുള്ളപ്പോ സുലോചന ചേച്ചിയുടെ ഭർത്താവ് മരിച്ചു. അന്ന് മുതൽ ഓരോ ജോലിയും ചെയ്ത് കഷ്ടപ്പെട്ടിട്ടാണ് ആ മകനെ അവര് വളർത്തിയത്. ചേച്ചി ഡിഗ്രിക്കാരിയാണ്. നാട്ടിലുള്ള കുറച്ച് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുമായിരുന്നു. പിന്നെ ടൗണിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ കണക്കെഴുത്തും. അങ്ങനെ കഷ്ടപ്പെട്ട് മോനെ പഠിപ്പിച്ച് സർക്കാർ ഉദ്യോഗസ്ഥനാക്കി. അവന്റെ കല്യാണം കഴിഞ്ഞതോടുകൂടിയാണ് കഥ എങ്ങ് മാറിയത്. കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിന് സുലോചന ചേച്ചിയെ കണ്ടൂടാ. എന്നും വഴക്ക്. മകനാണെന്നുണ്ടെങ്കിൽ കെട്ടിയുള്ള വാക്കേ കേക്കൂ. എങ്ങനെ? അവസാനം ചെയ്ത ചതിയാണ് സാറേ കടുത്തു പോയത്. സുലോചന ചേച്ചിയുടെ പേരിലുണ്ടായിരുന്ന 6 സെന്റ് ഭൂമിയും വീടും സ്നേഹം നടിച്ച് മകൻ എഴുതി അങ്ങ് വാങ്ങിച്ചു. എന്നിട്ട് സുലോചന ചേച്ചിയോട് ഒരക്ഷരം മിണ്ടാതെ അതങ്ങ് വിറ്റളഞ്ഞു. ഓസ്ട്രേലിയയിലുള്ള ഒരാളാണ് അത് വാങ്ങിയത്. നല്ല വിലയും കിട്ടി. ആ കാശുമായിട്ട് അങ്ങേര് ഭാര്യ വീട്ടിൽ താമസം മാറ്റിയപ്പോഴാണ് സുലോചന ചേച്ചിക്ക് അപകടം മനസ്സിലായത്. അവർക്ക് മരുമോളുടെ വീട്ടിൽ താമസിക്കാൻ പറ്റൂലല്ലോ. വീട് വാങ്ങിയ ആള് ഈ മാസം വരുമ്പോ അത് ഒഴിഞ്ഞു കൊടുക്കണം. അയാളാ വീട് പൊളിക്കാൻ അങ്ങോട്ടാ പോവുകയാണ്. ചുരുക്കി പറഞ്ഞ സുലോചന ചേച്ചി വഴിയാധാരമായി. ഇപ്പൊ ഒരു വാടക വീട് അന്വേഷിച്ച് നടക്കുകയാണ്. പാവം. മക്കളെ ഇങ്ങനെയൊക്കെ തന്നെ വേണം. ആ അയാൾക്ക് എന്താ ജോലി എന്ന് പറഞ്ഞ?
PWD ക്ലർക്കെങ്ങാണ്ടാണ്. പ്രകാശൻ എന്നാണ് പേര്. പ്രകാശനോ? ആ ആ ആ ഇപ്പോ പ്രകാശ് സാറിന്റെ ഒരു പോക്കുവരവിന്റെ കാര്യം പറയാൻ വന്നതാ സാറ്. പെട്ടെന്ന് ചെയ്ത് കിട്ടേണ്ടതാണെന്നാ പറഞ്ഞത്. മോഹനേട്ടൻ ഒന്ന് സഹായിക്കാമോന്ന്. പ്രകാശന്റെ അമ്മയാണോ സ്ത്രീ? ആ അതെ സാറേ. മകനോടുള്ള സ്നേഹം കാരണം അയാൾ പറഞ്ഞതെല്ലാം ചെയ്തു. ഒടുവിൽ അവര് പരിപാടിയിലുമായി. അല്ല, സാറിന് ഈ പ്രകാശ് സാറിനെ അറിയാമോ? അറിയാം. ഓ, ഈ സുലോചന ചേച്ചി ഇപ്പൊ എവിടെ താമസിക്കുന്നത്? ആ പഴയ വീട്ടിൽ തന്നെ. അതെവിടെയാണെന്ന് ഉത്തമൻ അറിയാമോ? അറിയാം സാറേ. എന്താണ് കാര്യം? കാര്യമുണ്ട്. സത്യമാണോ ഉത്തമ? എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശ്ശേ, പ്രകാശ് സാർ ഒരു പരമയോഗ്യനാന്നല്ലേ ഞാൻ കരുതിരുന്നത്. ഞാൻ എന്തിനാണ് വക്കീലെ കള്ളം പറയുന്നത്? ഈ സുലോചന ചേച്ചി എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. പ്രകാശ് സാറിന്റെ കല്യാണം കഴിയുന്നത് വരെ ആ വീട്ടിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞതോടുകൂടി സുലോചന ചേച്ചിക്ക് ആ വീട്ടിൽ പുല്ല് വിലയായി. എന്റെ ഈശ്വരാ. സംഭവം അറിഞ്ഞുടനെ മോനേഴ് സാർ എന്നെയും കൊണ്ട് സുലോചന ചേച്ചിയുടെ വീട്ടിൽ പോയി. അവർ രണ്ടുപേരും കൂടി കുറേ നേരം സംസാരിച്ചു. പാവം ആ ചേച്ചി ഭയങ്കര കരച്ചിലുമായിരുന്നു. അത് കണ്ട് സാറ് കുറച്ച് പൈസ കൊടുക്കാന്ന് പറഞ്ഞപ്പോ അവര് വാങ്ങിച്ചുമില്ല. പ്രകാശ് സാറിന്റെ കാര്യം പറഞ്ഞത് ഞാനാ. ഇനിയിപ്പൊ അതിന്റെ പേരിൽ മോഹനേട്ടൻ ഇനി എന്തെല്ലാം പറയുമെന്തോ. അയാൾ ഇങ്ങനെ ഒരു വൃത്തിയായിട്ടാണെന്ന് ഞാൻ കരുതി ഉത്തമ. എന്താ? നമസ്കാരം. മോഹനേഷ് സാറല്ലേ? ഉണ്ട്. എന്താ കാര്യം? ഒരു പോക്കുവരവിന്റെ അപേക്ഷയായിട്ട് വന്നതാ. മോഹനേഷ് സാറിനെ കണ്ട് സംസാരിച്ചിരുന്നു. 11 മണിയാകുമ്പോ വരാൻ സാറാ പറഞ്ഞത്. അപേക്ഷ ഇങ്ങ് തന്നേക്ക്. ആ, ഇതൊന്ന് പെട്ടെന്ന് ശരിയായി കിട്ടേണ്ട കാര്യമുണ്ടായിരുന്നു. വേണ്ടത് ചെയ്യാമെന്ന് മോഹനേഷ് സാറ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സാറിനെ ഒന്ന് കണ്ട് സംസാരിക്കട്ടെ? ഞാൻ ഇവിടെ ഉണ്ട്. സാറ് പറഞ്ഞ കടലാസുകളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നന്നായി. ഈ വിൽപ്പന നടത്തിയ വസ്തു നേരത്തെ പ്രകാശിന്റെ അമ്മയുടെ പേരിലായിരുന്നല്ലേ? അതെ സർ. അമ്മ എനിക്ക് ഇഷ്ടദാനം എഴുതി തന്നതാ 6 മാസം മുമ്പ്. അന്ന് ഞാനത് പോക്കുവരവ് ചെയ്യുകയും ചെയ്തതാ. അതൊക്കെ ശരിയാ. ഇപ്പോ അമ്മ ആ വീട്ടിൽ താമസിക്കുന്നുണ്ട്. അവിടെ താമസിക്കുന്ന അമ്മ അറിയാതെ ഭൂമി ഒരു ആസ്ട്രേലിയക്കാരന് വിറ്റു. പോക്കുവരവ് കൂടി ചെയ്തു കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞ് അതിനുള്ള കാശും വാങ്ങി. ശരിയല്ലേ? അതെ, ശരിയാണ്. പോക്കുവരവ് നടന്നു കഴിഞ്ഞാൽ അയാൾ ആ കെട്ടിടം പൊളിച്ച് അവിടെ ഫ്ലാറ്റ് പണിയാൻ പോകുന്നു. അതോടെ അമ്മ പെരുവഴിയിലാകുന്നു. ഞാനിതെങ്ങനെ അറിഞ്ഞെന്ന് ആലോചിച്ച് വിഷമിക്കണ്ട. ഒരു വില്ലേജ് ഓഫീസർ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണമല്ലോ. അപ്പൊ എങ്ങനെയാ അമ്മയുടെ കാര്യം? അല്ല, അതിപ്പോ സുലോചന ചേച്ചിക്ക് സമാധാനമായി ജീവിക്കാൻ ഒരു സംവിധാനം ഉണ്ടാകാതെ ഈ പോക്കുവരവ് നടക്കില്ല പ്രകാശം. അല്ല സാറേ, അതെന്റെ കുടുംബകാര്യമല്ലേ. അതില് വില്ലേജ് ഓഫീസർ ഇടപെടുന്ന എന്തിനാ? അത് പ്രകാശന്റെ കുടുംബകാര്യമായിരിക്കും 10 മണി വരെ. ഇപ്പോ അത് വില്ലേജ് ഓഫീസറുടെ കാര്യം. ഇത് കണ്ടോ, മകൻ തന്നെ പറ്റിച്ച് ഭൂമി എഴുതി വാങ്ങി മറിച്ച് വിറ്റ് തന്റെ കിടപ്പാടം ഇല്ലാതാക്കിയെന്നും ഈ പോക്കുവരവ് ചെയ്തു കൊടുക്കരുത് എന്നും പറഞ്ഞ് പ്രകാശന്റെ അമ്മ സുലോചന ചേച്ചി എഴുതി ഒപ്പിട്ട് തന്ന പരാതിയാണ്. അയ്യോ, അത് ഞാൻ ഈ പരാതി നിലനിൽക്കുമ്പോ വ്യക്തമായ ഒരു അന്വേഷണം നടത്താതെ പോക്കുവരവ് നടത്താൻ പറ്റില്ല. അല്ല സാറേ, അത് അമ്മ എന്റെ പേരിൽ എഴുതി തന്ന ഭൂമിയല്ലേ. അതെനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും. അത് കോടതിയിൽ പറയാം. ഇവിടെ നടക്കില്ല. കോടതിയിൽ പോയാൽ പ്രകാശൻ ചിലപ്പോ ജയിക്കുമായിരിക്കും. പക്ഷേ ഈ പോക്കുവരവ് ഒരു 3 കൊല്ലത്തേക്ക് നടക്കാതെ നോക്കാൻ മോഹനേഷ് സാർ വിചാരിച്ച് നടക്കും. സാറേ, പോക്കുവരവ് നടന്നില്ലെങ്കിൽ ആസ്ട്രേലിയക്കാരനെ എങ്ങനെ ഫ്ലാറ്റ് പണിയും? ഫ്ലാറ്റ് പണിയാൻ പഞ്ചായത്ത് പെർമിറ്റ് തരണമെങ്കിൽ കരമടച്ച രസീതും കൈവശാവകാശ സർട്ടിഫിക്കറ്റും വേണം. അതെ, വേണം. പോക്കുവരവ് നടക്കാതെ ഇതൊന്നും കിട്ടില്ല. സാറേ, ഇത് അന്യായമാ. ഒരിക്കലുമല്ല, ഇതാണ് ന്യായം.
പൊന്നുമോൻ ആദ്യം പോയി പെറ്റമ്മയുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്ക്. ഫ്ലാറ്റ് നമുക്ക് അത് കഴിഞ്ഞ് പണിയാം. ഇതിപ്പോ ഇനിയിപ്പോ എവിടെയെങ്കിലും നിന്നിട്ട് കാര്യമൊന്നുമില്ല. സാറ് പറഞ്ഞത് കേട്ടില്ലേ? നടക്കില്ല. അയ്യോ, ഇതാരും പ്രകാശ സാറോ? 11 മണിക്ക് വില്ലേജ് ഓഫീസിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞിട്ട് സാറ് പോയില്ലേ? ഞാൻ പോയി. ആഹാ. പക്ഷേ സംഗതി ആകെ കുഴപ്പമായി സത്യഭാമേ. ആഹാ. എന്റെ അമ്മ സ്ഥലം വിൽപ്പനയ്ക്കെതിരെ കൊടുത്ത ഒരു പരാതിയായിട്ടാ സാർ ഇരുന്നത്. ആ, അമ്മയുടെ പരാതി ഉള്ളിടത്തോളം കാലം പോക്കുവരവ് നടക്കില്ല എന്ന് സാറ് പറഞ്ഞു. അയ്യോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? പരാതിക്കാര് സാറിന്റെ അമ്മയാണെങ്കില് വില്ലേജ് ഓഫീസർക്ക് അത് പരിഗണിക്കാതിരിക്കാൻ പറ്റുമോ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വക്കീലേ? ആ, ഞാൻ ആ സ്ഥലം വിറ്റു, പണവും വാങ്ങി. ഓ, ഇനിയിപ്പോ സമയത്ത് പോക്കുവരവ് നടന്നില്ലെങ്കിൽ പ്രശ്നമാവും. അതൊക്കെ അമ്മ അറിയാതെ സ്ഥലം വിൽക്കുന്നതിന് മുന്നേ ആലോചിക്കേണ്ട കാര്യങ്ങളല്ലായിരുന്നു. അല്ല, അത് ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും സാർ? സത്യഭാമ പറഞ്ഞ സാറ് കേൾക്കും. എന്നെ ഉപദ്രവിക്കരുതെന്ന് പറയണം. ഞാൻ അങ്ങനെ പറയില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഇനിയിപ്പോ മോഹനേട്ടന്റെ മനസ്സിൽ ഇത് തോന്നി പോക്കുവരവ് നടത്തി തരാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് സമ്മതിച്ചു കൊടുക്കൂല. അല്ല, സത്യഭാമ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ ഞാൻ എങ്ങനെ പറയണം? വളർത്തി വലുതാക്കി ആളാക്കിയ പെറ്റമ്മയെ റോഡിലോട്ട് ഇറക്കി വിട്ട് അവരുടെ വീട് സ്ഥലവും വിറ്റ് ഭാര്യ വീട്ടിൽ പോയി സുഖമായി ജീവിക്കാൻ നോക്കുന്ന സാറിനോട് പിന്നെ എനിക്ക് എന്താ പറയാൻ പറ്റുക? അല്ല, അത് ഞാൻ മോഹനേട്ടൻ സാറിനോട് എന്താ പറഞ്ഞെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാം. ആ, സാറിന്റെ അമ്മയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ സുഖമായിട്ട് ജീവിക്കാമെന്ന് ഇനി സാറ് കരുതരുത്. ഞാൻ അമ്മയെ പോയി കാണും, വക്കാലത്ത് ഒപ്പിട്ട് വാങ്ങും, സാറിനെതിരെ കേസ് കൊടുക്കുകയും ചെയ്യും. അയ്യോ, ഏത് കേസ്? 1, അമ്മയെ കബളിപ്പിച്ച് അമ്മയുടെ സ്വത്തുക്കൾ അടിച്ചു മാറ്റി എന്നുള്ള കേസ്. അത് പ്രായമായ അച്ഛനമ്മമാരെ സംരക്ഷിക്കുക എന്നുള്ളത് മക്കളുടെ നിയമപരമായ ഉത്തരവാദിത്വമാണ് എന്നും അങ്ങനെ ചെയ്യാത്ത മക്കൾക്കെതിരെ കേസെടുക്കാമെന്നും സുപ്രീം കോടതി വിധിയുണ്ട്. അല്ല, അത് ഞാൻ അങ്ങനെ ഒരു കേസുണ്ടായാലേ സാറ് വിവരം അറിയും. ഞാൻ ഉള്ള സർക്കാർ ജോലി പോവാനേ അത് മതി. അയ്യോ, എന്റെ പണി അത് ഞാനിപ്പോ നാണമില്ലേ സാറേ? കെട്ടുകളുടെ വാക്ക് കേട്ട് സ്വന്തം അമ്മയെ പെരുവഴിലോട്ട് ഇങ്ങനെ ഇറക്കിവിടെ. വക്കീലെ, സാറിന് വേണ്ടി ആ അമ്മ പെട്ട കഷ്ടപ്പാട് ഒരു നിമിഷം പോലും സാറൊന്നും ഓർത്തില്ലല്ലോ. ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു. ഒന്നെങ്കിൽ അമ്മയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നല്ലൊരു വക്കീലിനെ അന്വേഷിച്ചു. എന്തിന്? ഈ കേസ് ഓരോന്നൊന്നര കേസായിരിക്കും. വക്കീലെ, എന്താ സുലനച്ചി ഇവിടെ? ഞാൻ സാറിനെ കാത്തു നിന്നതാ. കൃത്യം 5:10 സാറ് ഇതുവഴി വരുമെന്ന് ഉത്തമൻ പറഞ്ഞിരുന്നു. എന്താ കാര്യം? ഉച്ച കഴിഞ്ഞ് പ്രകാശം വീട്ടിൽ വന്നിരുന്നു. സാർ അവനോട് സംസാരിച്ചെന്നും അവന്റെ കാര്യങ്ങളൊന്നും നടക്കില്ലെന്ന് സാറ് പറഞ്ഞു എന്നും അവൻ പറഞ്ഞു. കാര്യങ്ങൾ അങ്ങനെ നടക്കാൻ പാടില്ലല്ലോ. അവൻ പോയി സാറിന്റെ ഭാര്യയെ കണ്ട് സഹായം ചോദിച്ചെന്നും അത് നടക്കില്ലെന്ന് വക്കീല് പറഞ്ഞെന്നും പറഞ്ഞു. അത് മാത്രമല്ല, അവനെതിരെ കേസ് കൊടുക്കുമെന്നും വക്കീല് പറഞ്ഞത്രേ. വക്കീല് പറയുന്നത് കേട്ടിട്ട് ഞാൻ കേസ് കൊടുക്കുമെന്ന് പേടിച്ച അവൻ വന്നത്. ഭൂമിയും വീടും വിറ്റ് കിട്ടിയ പൈസ എന്റെ പേര് ബാങ്കിലിടാമെന്നും അവൻ പറഞ്ഞു. അത് ശരി. ആ പൈസ കൊണ്ട് എനിക്ക് സുഖമായിട്ട് ജീവിക്കാം. ചെറിയൊരു വീട് വാടകയ്ക്ക് എടുത്താൽ മതിയല്ലോ. അവനും ഭാര്യയും
എന്റെ കൂടെ താമസിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നടക്കില്ല എന്നുള്ള സങ്കടമേ ഉള്ളൂ. അല്ല, അതിനിപ്പോ സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? ഇല്ലാത്ത സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ. എന്നോട് എന്റെ മകൻ കാണിക്കാത്ത സ്നേഹം സാറിന്റെ ഭാര്യ എന്നോട് കാണിച്ചല്ലോ. അത് തന്നെ വലിയ സന്തോഷം. ഈ സ്നേഹം ഞാൻ ഒരിക്കലും മറക്കില്ല. സ്നേഹം മാത്രമല്ല, എന്നെ മറക്കരുത്. സുലോന ചേച്ചിക്ക് എന്താവശ്യം വന്നാലും എന്നെ ഒന്ന് കാണണം. ഇല്ലെങ്കിൽ ഭാമേ, ഞങ്ങൾക്കത് വലിയ സന്തോഷ. സാറിന് പുണ്യം കിട്ടും, കോടി പുണ്യം. പ്രകാശ് സാർ ഇങ്ങനെ ഒരാളാണെന്ന് ഞാൻ കരുതിയില്ല മോനട്ടാ. നാട്ടുകാരുടെ മുന്നിൽ പരമയോഗ്യനല്ലേ. കയ്യിലിടിപ്പ് ഇപ്പോഴല്ലേ മനസ്സിലായത്. കൃത്യസമയത്ത് പ്രകാശന്റെ അമ്മയും ഉത്തമനെയും വഴിയിൽ വെച്ച് കണ്ടതുകൊണ്ട് കാര്യങ്ങൾ അറിയാൻ പറ്റി. ഇല്ലെങ്കിൽ പ്രകാശൻ അപേക്ഷയുമായി വരുമ്പോ ഞാൻ ആ പോക്കോറ് ചെയ്തു കൊടുത്തു പോയനെ. ഇതാ മോഹനട്ട ദൈവത്തിന്റെ ഒരു കളി. സുലോചന ചേച്ചി ഒരു അപകടത്തിൽപ്പെടുന്ന അവസരം ഉണ്ടായപ്പോ അവരെ കൃത്യം മോഹനട്ടന് മുന്നിൽ തന്നെ എത്തിച്ചില്ലേ. അതോടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായി. എന്തായാലും നിന്റെ വിരട്ടേറ്റു. അതുകൊണ്ടാണല്ലോ പ്രകാശൻ നേരെ അമ്മയടുത്ത് നിന്ന് ഒത്തുതീർപ്പൊക്കെ ഉണ്ടാക്കിയത്. ഇനിയിപ്പോ അവർക്ക് കഷ്ടപ്പെടാതെ ജീവിക്കാൻ പറ്റും. ശരിയാ. എനിക്കാകെ ഒരു വിഷമേ ഉള്ളൂ. ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ എന്റെ ഒരു ശുപാർശ ഒരു തടസ്സവും പറയാതെ മോഹനട്ടൻ കേട്ടത്. അത് പക്ഷെ ഇങ്ങനെയായി പോയല്ലോ മോനട്ട. സാരമില്ല, അടുത്ത പ്രാവശ്യം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം വരുമ്പോ നീ ശുപാർശ ചെയ്യണ്ട. തീർന്നല്ലോ പ്രശ്നം. എന്തു പറഞ്ഞാലും തമ്മിൽ തർക്കിക്കുന്നവരാണെങ്കിലും ചില നേരത്ത് ഇവർ അടയും ചക്കരയുമാവും. പ്രകാശനെ മര്യാദ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഇവർ കാണിച്ച ഏക മനസ്സിനെ അഭിനന്ദിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.